എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അതിനുവേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയതാണ്. കഴുകി വൃത്തിയാക്കി വെച്ച് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് ലേശം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൊണ്ടിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി വേകാനായിട്ട് നമ്മൾ മാറ്റി വെച്ച് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് മസാലക്കൂട്ട് തയ്യാറാക്കാം. 2 എരിവില്ലാത്ത മുളകും 5-8 എരിവുള്ള മുളകും, കറുവപ്പട്ട കൂടുതൽ വേണം. നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ കറുവപ്പട്ട ഒരു വലിയ കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് എടുത്തിരിക്കുകയാണ്. 5-6 ഗ്രാമ്പു, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, തക്കോലം, ജാതിപത്രി, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല. ഫ്രൈ ആയതുകൊണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ജീരകമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. മറ്റു ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഇറക്കി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ചട്ടിയുടെ ഈ ചൂട് കിടന്ന് തന്നെ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവോള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ഉള്ളിയോളം പൊളിച്ച് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10-20 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ വേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചുവന്നുള്ളി മാത്രമാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. സവോളയൊന്നും എടുത്തിട്ടില്ല. ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വരുന്ന നേരത്തെ നമുക്ക് മസാലക്കൂട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇറച്ചിയും വേകട്ടെ. അപ്പം അതിനുള്ള മസാല തയ്യാറാക്കി കൊണ്ടുവരാം. 12 വിസിലോളം വന്ന് നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇറച്ചിയുടെ പ്രഷറൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പ്രഷറൊക്കെ പോയി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇറച്ചിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയുടെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഫ്രൈ ചെയ്തതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇറച്ചി കോരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇതേപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മസാലക്കൂട്ടൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു വാസനയാണ്. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല അടിപൊളി. ഇനി ഇതൊന്നുകൂടെ ഒരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇളക്കുക. ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഒരു കിടിലൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. താങ്ക് യു.